നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, സത്യയുടെ അമ്മയാണോ ചേച്ചിയമ്മ? അതെ മോളെ. ചേച്ചിയമ്മ തന്നെയാണോ അമ്മയുടെ കുഞ്ഞേച്ചിയും? പപ്പിമോൾ എങ്ങോട്ടാ ഓടിയത്? ചേച്ചിയമ്മ, മോളെ പതുക്കെ. ശ്യാമേ, കൃത്യമായിട്ട് മരുന്ന് കഴിക്കാതെ എങ്ങനെയാ അസുഖം മാറുന്നത്? ഞാൻ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കണമെന്ന് വാശി പിടിക്കരുത്. അതിന് പറ്റിയ സാഹചര്യമല്ല നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് നീ പഴയ ശ്യാമയായിട്ട് മാറണം. അതിനാദ്യം വേണ്ടത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക. പിന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അപ്പൊ പിന്നെ രോഗാവസ്ഥയൊക്കെ നമ്മളെ വിട്ട് ഓടി ഒളിക്കും. ആദ്യ ഗുളിക കഴിച്ചേ. ദേ വാ തുറക്ക്. ആ
എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? ഒന്ന് കുനിഞ്ഞേ. ആ? കുനിയേ. ഉമ്മ. എന്താ മോളെ ഇതൊക്കെ? എന്തിനാ ഉമ്മ തന്നെ? അപ്പൊ വിഷ്ണുച്ചന്റെ ഭാര്യയായിരുന്നല്ലേ ചേച്ചിയമ്മ? പറ, ആയിരുന്നില്ലേ? എനിക്ക് മനസ്സിലായി. അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയാ ഞാൻ താഴെ പോയി നോക്കിയത്. അവിടെ ഞാൻ വിഷ്ണുച്ചന്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചിയമ്മയെ കണ്ടിരുന്നല്ലോ കുടുംബ ഫോട്ടോയില്. എന്നിട്ടെന്താ എന്നോട് ഇത്രയും കാലം പറയാതിരുന്നേ? അപ്പൊ സത്യക്കും അറിയില്ലേ? എന്തിനാ ഞങ്ങളീന്ന് ഇത് ഒളിപ്പിച്ചു വെച്ചേ? അച്ഛൻ അറിയില്ലായിരുന്നോ ഇതാ ചേച്ചിയമ്മയെന്ന്? ഞാനും സത്യം എവിടെല്ലാം പോയി അന്വേഷിച്ചു, എത്ര കഷ്ടപ്പെട്ടു, എന്നിട്ടും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് മോൾക്ക് അറിയാലോ, പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എല്ലാം. സത്യാമ്മയായിട്ടുള്ള ചെറിയൊരു വഴക്കിന്റെ പേരില് ചേച്ചിയമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനേ പറ്റില്ലായിരുന്നു. മോള് ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്കിപ്പോ എത്ര സന്തോഷമായെന്നറിയോ ചേച്ചിയമ്മേ? ഉമ്മ ഉമ്മ. സത്യ എന്റെ സ്വന്തമായിരുന്നല്ലേ? എന്റെ അമ്മയുടെ സ്വന്തം കുഞ്ഞിച്ചിന്റെ മോള്. അതെ, മോളുടെ സ്വന്തം തന്നെയാ. നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബത്തിലെയാ, ഒരൊറ്റ കുടുംബത്തില്. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ. ഈ വിവരം സത്യം അറിയുമ്പോ എന്ത് സന്തോഷാവെന്നറിയോ? അച്ഛ, ആ ഫോണിങ് തന്നെ. ഇപ്പൊ തന്നെ സത്യെ വിളിച്ച് പറയാം ചേച്ചിയമ്മ ഞാൻ കണ്ടുപിടിച്ചൂന്ന്. മോളെ അത് വേണ്ട. വേണം ചേച്ചിയമ്മേ. ഞങ്ങൾ രണ്ടുപേരും ശാരദാമ്മയുടെ കൊച്ചുമക്കളാണെന്ന് അറിയുമ്പോ സത്യ ഏറെ സന്തോഷിക്കും, ചിലപ്പോ തുള്ളിച്ചാടും. ഞങ്ങൾ സഹോദരിമാരായിരുന്നെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കായിരുന്നു എത്ര വട്ടം പറഞ്ഞെന്നറിയോ സത്യ? ഇക്കാര്യം നേരിൽ കണ്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ അവളെന്നെ കെട്ടിപ്പിടിച്ച ഉമ്മ എന്നേനെ. ആ ഫോൺ ഒന്ന് താ അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ചൊന്ന് പറയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.